ഹലോ, അസ്സലാമുഅലൈക്കും, നമസ്കാരം. വെൽക്കം ടു സദനാമാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതായത് ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിഷ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഇവിടെ എല്ലാം പൊതുവെ എല്ലാ സ്ഥലത്തും ചക്ക, മാങ്ങ, മുരിങ്ങക്കയുടെയൊക്കെ സീസൺ തുടങ്ങിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടി. അപ്പം ഞാൻ കരുതി മുരിങ്ങക്കയും മാങ്ങയും ഒക്കെ ചേർത്തുള്ള ഒരു നാടൻ ഡിഷ് ചെമ്മീൻ വെച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതിയപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഈ വീഡിയോ എനിക്ക് ഇങ്ങനൊരു ഡിഷ് ഉണ്ടാക്കാൻ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത്, നമുക്കെല്ലാവർക്കും അറിയാലോ, ഫേമസ് ഷെഫ് പിള്ള സാറിന്റെ വീഡിയോയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഡിഷ് കാണുന്നത് തന്നെ. എനിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ സാറിന്റെ വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഈ ഡിഷിൽ ഞാൻ കുക്കിംഗ് ടൈമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ചെമ്മീനായിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത്, അറിയാലോ അത് വാഷ് ചെയ്യുന്ന രീതിയൊക്കെ അറിയാലോ, നടുക്കത്തെ ഞരമ്പ് പോലെയുള്ള സംഭവം അത് ക്ലീനാക്കി അതും കളഞ്ഞു. അതിലെ തല, നമ്മുടെ ചെമ്മീൻ്റെ തല ഇതിൽ ആവശ്യമാണ് കേട്ടോ, ഈ കറിക്ക് ആവശ്യമാണ്. അത് ഞാൻ കാണിച്ചു തരാം, പ്രോസസ്സിങ്ങിൽ കാണിച്ചു തരാം. അതിൻ്റെ ഷെൽസ് ഇതെല്ലാം നല്ലതുപോലെ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ചെമ്മീനാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഒരു ഫുൾ തേങ്ങയുടെ ഹാഫ് പോർഷൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിന്റെ അളവിൽ ഒരു സ്പൂണിൽ കുറച്ചുകൂടി മുളക് പൊടിയും, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയും, കുറച്ച് ഇത് കണ്ടോ നമ്മളെ ഉലുവ വറുത്ത് പൊടിച്ചത്, 4-5 പച്ചമുളക്. ഇതാണ് ഈ കറി കൂട്ടിലേക്ക് വേണ്ട തേങ്ങയുടെ കൂട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് മുരിങ്ങക്ക, പച്ചമുളക്, അവറോൺ കറിവേപ്പില, കുറച്ച് പച്ചമാങ്ങ. ഞാൻ 2 പച്ചമാങ്ങ ഇടാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മേടിച്ച ഒരു പച്ചമാങ്ങ സ്വല്പം പഴുത്തു പോയതുകൊണ്ട് ഞാൻ ഒരു മാങ്ങയാണ് ഇതിൽ എനിക്ക് ഇടാൻ പറ്റുന്നത്. നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇടാം. ഇതിപ്പോൾ ഒരു ചെറിയൊരു മാങ്ങ എനിക്കുള്ളൂ കേട്ടോ, അതിന് ചെറിയ 2 മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. കുക്കിങ്ങിനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിന്റെ ഒരു ടിപ്പാണ് കേട്ടോ, അത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കറി തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ ഈ ഒരു ടിപ്പ് ഞാൻ നമ്മുടെ ഫേമസ് ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയിൽ നിന്ന് ഞാൻ കണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് അതിന് ഞാൻ അദ്ദേഹത്തോട് താങ്ക്സ് പറയുന്നു. അതിനുശേഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ വെക്കുന്ന സാധാരണ കറിയേക്കാളും അത് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് അതുകൂടി ഇതിൽ ആ ഒരു പോർഷൻ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന്റെ ഈ കറിക്ക് കുറച്ചുകൂടി സ്വാദ് കൂടുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ്, ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ തലയുടെ ഭാഗം ഉണ്ടല്ലോ, നന്നായിട്ട് ഇതിലിട്ട് വഴറ്റുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ചെമ്മീൻ്റെ തല കണ്ടോ, കളർ ഒന്ന് ഷെയ്ഡായി വരുന്നുണ്ട് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഷെൽസ് ഉണ്ടല്ലോ, ആ ഷെൽസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അവറോൺ കറിവേപ്പില, കുറച്ച് വെള്ളം, കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ, കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനിട്ട ചെമ്മീൻ്റെ തലയും ഷെൽസും എല്ലാം കുക്കായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് ആണ് ആവശ്യം കേട്ടോ. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ്റെ സ്റ്റാർച്ചിലേക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം. മുരിങ്ങക്ക ഒരു 5 മിനിറ്റ്, ഏകദേശം ഒരു 5 മിനിറ്റ് കുക്കായതിന് ശേഷം അതിലേക്ക് ബാക്കി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്ക ഏകദേശം 5 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ടൈമിൽ തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കല്ലുപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കറിക്കൊക്കെ ഒരു നാടൻ രുചി വരണമെങ്കിൽ ഈ കല്ലുപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നാടൻ ഒരു ടേസ്റ്റിന്റെ ഒരു ഫീൽ ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇതിന്റെ തേങ്ങാക്കൂട്ടുണ്ടല്ലോ, തേങ്ങയും കുറച്ച് ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു 4-5 ചെറിയ ഉള്ളി എല്ലാം ചേർത്ത് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച തേങ്ങയുടെ ഈ കൂട്ടിനെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അങ്ങോട്ട് നന്നായി ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം കുറവാണെന്ന് തോന്നുന്നു, കുറച്ചുകൂടി വെള്ളം ചേർക്കണം കേട്ടോ. കളറ് കൂടാൻ പാടില്ല. മുളകിന്റെ അളവ് ഇതിനേക്കാൾ കളർ വരാൻ പാടില്ല. പച്ചമുളകിന്റെയും മറ്റു എരി നമുക്ക് മതിയാകും. ഈ സമയം ഇതിൽ കൂട്ടില് ഉപ്പ്, പുളി നമ്മൾ ചേർത്തിട്ടില്ല, മാങ്ങ ഉള്ളതുകൊണ്ട് പുളിയുടെ ആവശ്യമില്ല. അതെല്ലാം ഉണ്ടാകുന്ന നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് നമ്മുടെ ചെമ്മീനെയും മാങ്ങയും മുരിങ്ങക്കായും എല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ അധികം വേകേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു 5 മിനിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മാങ്ങാക്കൂട്ട് ഒരുവിധം കുക്കായിക്കൊണ്ടിരിക്കുക. കുക്കായി കുറച്ചുകൂടി നമുക്ക് കുറഞ്ഞ സിമ്മിൽ ഇടുമ്പോഴത്തേക്ക് ഇത് കൂടി ടേസ്റ്റ് ആവും കേട്ടോ. ഇതിനേക്കാൾ കുറച്ചുകൂടി വറ്റിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഈ വലിപ്പത്തിലുള്ള ചെമ്മീനാണ് കേട്ടോ ഈ കറിക്ക് ബെസ്റ്റ്. ഒരു മീഡിയം സൈസ് നമുക്ക് കുറച്ചുകൂടി വറ്റിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ലഞ്ചിന് ഇത് എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് കുത്തനരിയുടെ ചോറ്, കോവയ്ക്ക വിഴുക്ക്, ചക്ക അവിയലാക്കി വെച്ച് കേട്ടോ. ഞാൻ ചക്ക അവിയൽ, ഓംലെറ്റ്, ഭയങ്കര ചൂടായതുകൊണ്ട് കുറച്ച് മോര് കൂടി എടുത്തു. അതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ കൊഞ്ച് മാങ്ങ ഇട്ട സൂപ്പർ ഈ കറിയും കൂടെ ഒഴിച്ചുകൊണ്ട് കഴിക്കാറുണ്ടല്ലോ, പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ എന്തായാലും കഴിക്കുന്നില്ല എന്ന്. ഭയങ്കര ഒരു കോമ്പിനേഷനാട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസ് പറയുക. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഈ
ഈ കൊഞ്ചിൻ്റെ ഈ മാങ്ങ മുരിങ്ങയൊക്കെ ഇട്ട് വെച്ചുള്ള നമ്മുടെ നാടൻ കറിയും ഈ ചോറും ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം പറയുക. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.